BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. സ്വകാര്യ ബസ്സിൽ പുകവലിക്കുകയും യാത്രക്കാരെ ശല്യപ്പെടുത്തുകയും ഇക്കാര്യം ചോദ്യം ചെയ്ത കണ്ടക്ടറെ മർദ്ദിക്കുകയും ചെയ്ത സംഘത്തിലെ 2 പേർ അറസ്റ്റിൽ. പുതുവൈപ്പ് സ്വദേശി ജോബി, കാക്കനാട് സ്വദേശി CS ഷാജി എന്നിവരെയാണ് സെൻട്രൽ പോലീസ് ഓടിച്ചിട്ട് പിടികൂടിയത്. വ്യാഴാഴ്ച രാവിലെ 6:30യോടെയാണ് സംഭവം. കാക്കനാട് തോപ്പുംപടി റൂട്ടിലോടുന്ന ഷാന ബസ്സിൽ കയറി ജോബിയും ഷാജിയും ഒപ്പമുണ്ടായിരുന്ന 3 പേരും യാത്രക്കാരോട് അപമര്യാദയായി പെരുമാറി ബസ്സിലിരുന്ന് പുകവലിച്ചു. ചോദ്യം ചെയ്ത കണ്ടക്ടർ രഞ്ജിത്തിനെ മർദ്ദിച്ചു. തുടർന്ന് ഡ്രൈവർ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിച്ചു. സ്റ്റേഷനിലെത്തിയ ഉടൻ അക്രമികൾ ബസ്സിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു. പലവഴിക്കായി ഓടിയവരെ പോലീസ് പിന്തുടർന്നു. ജോബിയെ ഹൈക്കോടതി ജംഗ്ഷനിൽ സമീപത്ത് നിന്ന്, ഷാജിയെ സ്റ്റേഷനിൽ നിന്നും അകലെയുള്ള ഫ്ളാറ്റ് വളപ്പിൽ നിന്നുമാണ് പിടികൂടിയത്. അടിപിടി, മോഷണ കേസുകളിൽ പ്രതിയാണ് ഇരുവരുമെന്നും സെൻട്രൽ പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു. എറണാകുളം ജില്ലയിൽ ലഹരി മാഫിയ പിടിമുറുക്കുമ്പോഴും കണ്ണടച്ച് അധികൃതർ. പുതുതലമുറയെ ലക്ഷ്യമിട്ടാണ് ഗ്രാമങ്ങളിൽ പോലും ലഹരി മാഫിയ പിടിമുറുക്കുന്നത്. കൊച്ചി നഗരത്തിന് പുറമെ സമീപ പ്രദേശങ്ങളിലും ആലുവ, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, കോതമംഗലം അടക്കമുള്ള പ്രദേശങ്ങളിലും ലഹരി അധിഷ്ഠിത പരാതികൾ വ്യാപകമാവുകയാണ്. വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിടുന്ന സംഘത്തിൽ സ്ത്രീകളും ഏറെയാണ്. ഗ്രാമങ്ങളിൽ പോലും ലഹരി വസ്തുക്കൾ സുലഭമാണ്. എന്നാൽ പോലീസ്, എക്സൈസ് സംവിധാനങ്ങൾ നിർജ്ജീവമാണെന്നാണ് ആക്ഷേപം. വിൽപ്പന നിരോധിച്ച പാൻ മസാല മുതൽ രാസലഹരികൾ വരെ ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ സുലഭമാണ്. പ്രത്യേക മണമോ നിറമോ ഇല്ലാത്തതിനാൽ രാസലഹരികൾ തിരിച്ചറിയാനും പ്രയാസമാണ്. പ്രാരംഭഘട്ടത്തിൽ ലഹരിയാണെന്നറിയാതെ ഉപയോഗിക്കുന്ന കൗമാരക്കാർ പിന്നീട് ഇതിന് അടിമകളാകുന്നതാണ് പതിവ്. പുതുതലമുറയെ ആകർഷിക്കാൻ ലഹരി മാഫിയയുടെ കണ്ണികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് വിവരം. സ്കൂൾ, കോളേജ് പരിസരങ്ങളിലാണ് ഇവരുടെ കേന്ദ്രം. മിഠായി എന്ന നിലയിൽ ആദ്യം സൗജന്യമായും പിന്നീട് ഇരകൾ അടിമകളായി കഴിയുമ്പോൾ പണത്തിനുമാണ് ലഹരി വിറ്റഴിക്കുന്നത്. നാഡീവ്യൂഹവും ഞരമ്പുകളും വഴി തലച്ചോറിനെ നേരിട്ട് ബാധിക്കുന്നതിനാൽ ഒരു ദിവസം വരെ ഇതിന്റെ വീര്യം ലഭിക്കുമെന്നതിനാലാണ് ആവശ്യക്കാരേറാൻ കാരണം. കൊച്ചി നഗരത്തിന് പുറമെ കളമശ്ശേരി, ആലുവ, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ അടക്കമുള്ള പ്രദേശങ്ങൾ രാസലഹരിയുടെ ഹബ്ബാണ്. അന്തർ സംസ്ഥാനക്കാരാണ് ആലുവ, പെരുമ്പാവൂർ മേഖലകളിൽ ഇതിന്റെ പ്രധാന കണ്ണികളെങ്കിൽ മൂവാറ്റുപുഴ അടക്കമുള്ള മറ്റ് മേഖലകളിൽ മലയാളികൾ തന്നെയാണ് വിതരണക്കാരും ഉപഭോക്താക്കളും. ട്രെയിൻ മാർഗമാണ് അന്തർ സംസ്ഥാനക്കാരുടെ ലഹരിക്കടത്തെങ്കിൽ ചരക്ക് ലോറികളും അന്തർ സംസ്ഥാന ബസ്സുകളും മറയാക്കിയാണ് മലയാളികളുടെ ലഹരിക്കടത്ത്. ഇവരിൽ ഭൂരിഭാഗം പേർക്കും ഉന്നത രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ബന്ധമുണ്ടെന്നതിനാൽ പിടിക്കപ്പെടാറില്ല. പരാതി നൽകിയാലും നടപടികളും ഉണ്ടാകാറില്ല. 2.5 മാസത്തിനിടെ ജില്ലയിൽ ലഹരി വസ്തുക്കളുമായി പിടിയിലായത് 71 പേരാണ്. ഇതിൽ 29 പേർ അന്തർ സംസ്ഥാനക്കാരാണ്. ഇക്കൂട്ടത്തിൽ ഒരു സ്ത്രീയുമുണ്ട്. ഓണത്തോടനുബന്ധിച്ച് പ്രത്യേക പരിശോധന നടത്തിയതിനാലാണ് ഇത്രയധികം പേരെ പിടികൂടിയത്. പിടിയിലായവരെല്ലാം ചെറുകിട കച്ചവടക്കാരും ഇടനിലക്കാരുമാണ്. എന്നാൽ ലഹരി മാഫിയ സംഘങ്ങളുടെ തലകളിലേക്ക് ഉദ്യോഗസ്ഥരെത്തുന്നത് അപൂർവമാണ്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. HMT കവലയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നടപ്പാക്കുന്ന ഗതാഗത പരിഷ്കാരം ഒക്ടോബർ 2 മുതൽ പ്രാബല്യത്തിൽ വരും. ആദ്യ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന പരിഷ്കാരം വിജയകരമായാൽ പിന്നീട് സ്ഥിരമാക്കുമെന്ന് വ്യവസായ മന്ത്രി P. രാജീവ് പറഞ്ഞു. മന്ത്രി P. രാജീവ്, ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും സ്ഥല പരിശോധന നടത്തിയും യോഗം ചേർന്നുമാണ് പരിഷ്കാരത്തിന് അന്തിമ രൂപം നൽകിയത്. രൂക്ഷമായ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ഒരു ഭാഗത്തേക്കുള്ള ഗതാഗതം വൺവേ ആയി ചുരുക്കി ഗതാഗത കുരുക്ക് അഴിക്കാനാണ് തീരുമാനം. HMT കവല ഉൾപ്പെടുന്ന റൗണ്ട് എബൌട്ട് മാതൃകയിലാണ് ക്രമീകരണം. ആലുവ ഭാഗത്ത് നിന്ന് എറണാകുളത്തേക്ക് വരുന്ന വാഹനങ്ങൾ കളമശ്ശേരി ആര്യാസ് ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് HMT കവല വഴി TVS കവലയിലെത്തി ദേശീയ പാതയിലേക്ക് പ്രവേശിക്കണം. എറണാകുളത്ത് നിന്ന് HMT ജംഗ്ഷനിലേക്ക് പോകേണ്ട വാഹനങ്ങൾ TVS കവലയിൽ നിന്ന് വലത്തേക്ക് തിരിയുന്നത് ഒഴിവാക്കും. പകരം ആര്യാസ് ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് HMT കവലയിലെത്തണം. മെഡിക്കൽ കോളേജ്, NAD റോഡ് എന്നീ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ HMT കവലയിൽ നിന്ന് വലത്തേക്ക് തിരിയുന്നത് തടയും. ഈ വാഹനങ്ങൾ HMT കവലയിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് TVS ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞു പോകണം.
യുവതിയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 3 വയസ്സുള്ള മകളെ ഗുരുതരാവസ്ഥയിലും കണ്ടെത്തി. മുളവുകാട് നോർത്ത് ധരണിയിൽ രാമകൃഷ്ണന്റെ ഭാര്യ ധനികയാണ് മരിച്ചത്. മകൾ ഇഷാൻബിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 7 വർഷം മുൻപ് വിവാഹിതയായ ധനിക മട്ടാഞ്ചേരി അച്ചാളത്ത് റോഡ് ശിവകൃപയിൽ സവിത പ്രഭാകര പ്രഭു ദമ്പതികളുടെ മകളാണ്. സംഭവം നടക്കുമ്പോൾ രാമകൃഷ്ണൻ തൊട്ടടുത്ത മുറിയിൽ ഉറങ്ങുന്നുണ്ടായിരുന്നു. രാവിലെ 9:15 സുഹൃത്തിനെ രാമകൃഷ്ണൻ വിളിച്ച് വിവരം പറഞ്ഞതോടെയാണ് സംഭവം പുറംലോകം അറിയുന്നത്. പച്ചാളം സ്വദേശിയായ രാമകൃഷ്ണൻ 8 മാസം മുൻപാണ് ഇവിടെ വീട് വെച്ച് താമസമാക്കിയത്. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ജയകുമാർ, മുളവുകാട് SHO VS ശ്യാംകുമാർ, SI വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി എറണാകുളം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വിരലടയാള വിദഗ്ധരും തെളിവുകൾ ശേഖരിച്ചു. കൊച്ചമ്പലത്തിനും നായരമ്പലം പാലത്തിനും ഇടയിൽ സ്റ്റോപ്പില്ലാത്ത സ്ഥലത്ത് ബസ്സുകൾ നിർത്തുന്നത് അപകടങ്ങൾക്ക് ഇടയാക്കുന്നതായി പരാതി. പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും ഈ പ്രവണത തുടരുന്നതായി നാട്ടുകാരും മറ്റ് വാഹനങ്ങളിലെ യാത്രക്കാരും പറയുന്നു. ഈ ഭാഗത്തുള്ള പഞ്ചായത്ത് ട്രഷറി, കൃഷിഭവൻ, ആയുർവേദ ആശുപത്രി, VO വെറ്റിനറി ആശുപത്രി, മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്ക് പോകാനുള്ളവരെ ഇറക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ബസ്സുകൾ നിർത്തുന്നത്. യാത്രക്കാർക്ക് ഇത് സൗകര്യപ്രദമാണെങ്കിലും മറ്റ് വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. റോഡിന് വീതി കുറവുള്ള സ്ഥലമാണിത്. ബസ് നിർത്തിക്കഴിഞ്ഞാൽ മറ്റ് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയില്ല. ഇത് പലപ്പോഴും ഗതാഗത തടസ്സമുണ്ടാക്കുന്നു. മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് ഇവിടെ ബസ്സുകൾ നിർത്തുന്നത് പിന്നിലുള്ള വാഹനങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.